എഴുത്തച്ഛൻ്റെ ജീവിതവും കൃതികളും കിളിപ്പാട്ട് വൃത്തങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. പ്രാചീന കവിത്രയത്തിലെ ഭക്ത കവി കൂടിയായിരുന്നു എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കിളികളെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന കിളിപ്പാട്ട് രീതി മലയാളത്തിൽ ആരംഭിച്ചത് എഴുത്തച്ഛനാണ്. അതുകൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും എഴുത്തച്ഛൻ അറിയപ്പെടുന്നു. രാമാനുജൻ എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന മണലിലെഴുതി അക്ഷരം എഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛനാണ് തുടങ്ങിയത്. അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും അഭ്യസിച്ച എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്ക് ശേഷം ജീവിത അവസാന കാലത്ത് സന്യാസം സ്വീകരിച്ച് ചിറ്റൂരിൽ ഒരു ഗുരുമഠം സ്ഥാപിച്ച് താമസമാക്കി എന്നും കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് ഡിസംബർ 31 തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് എന്നിവയാണ്. എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളിൽ മലയാളത്തിനു പുറമെ സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു കാണുന്നു. പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ കേക, കാകളി, അന്നനട, മണികാഞ്ചി, ഊനകാകളി, ദ്രുതകാകളി എന്നിവയാണ്.